ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ ആരുടെ കുപ്പായം എന്ന പാഠഭാഗത്തിൻ്റെ കുഞ്ഞെഴുത്താണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പാഠഭാഗം നോക്കിയേ. ആരുടെ കുപ്പായം, ഋതികയുടെ ഒരു ദിവസം, ചിത്ര നിരീക്ഷണം. കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണ്? പല്ല് തേക്കുന്നു, ഒരു കുട്ടി ഉടുപ്പുമായി നിൽക്കുന്നു, കുളിക്കുന്നു. ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ. നമുക്കിനി എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് നോക്കിയേ. ഞാൻ എന്നെ പറ്റി, എന്നിട്ട് അതിൻ്റെ താഴെ ഒരു സ്റ്റാർ ചിഹ്നവും കൊടുത്തിട്ടുണ്ട് അല്ലേ. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, അങ്ങനെ 5 ദിവസത്തെ കാര്യങ്ങൾ അടയാളപ്പെടുത്താനുള്ള സ്ഥലവും അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നെപ്പറ്റി എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ നിങ്ങളെക്കുറിച്ച് അവിടെ അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തുമ്പോൾ സ്റ്റാർ ചിഹ്നം കൊടുക്കുക. ആദ്യം എന്താ കൊടുത്തിട്ടുള്ളത് നോക്കിയേ. ദിവസവും കുളിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ വൃത്തിയുടെ ഭാഗമായ ഒരു ശീലമാണ്. എല്ലാ ദിവസവും നമ്മൾ കുളിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും അവിടെ സ്റ്റാർ കൊടുത്തിട്ടുള്ളത്. നന്നായി ഉറങ്ങുന്നു, അതും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ഒരു നല്ല ശീലമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും അതിനും സ്റ്റാർ കൊടുക്കാം. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു, ദിവസവും 2 നേരം പല്ല് ശുദ്ധിയാക്കുന്നു. ഇതും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വൃത്തിക്കും ആവശ്യമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അതിനും എല്ലാ ദിവസവും സ്റ്റാർ കൊടുക്കാവുന്നതാണ്. അടുത്ത് നോക്കിയേ. നഖം വെട്ടുന്നു. നഖങ്ങൾ എപ്പോഴും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. വളരുന്നതിനനുസരിച്ചാണ് നഖങ്ങൾ നമ്മൾ വെട്ടുക. നഖങ്ങൾ നമുക്ക് എല്ലാ ദിവസവും വെട്ടേണ്ടതില്ല. വളരുന്നതിനനുസരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം വെട്ടിയാൽ മതി. അപ്പോൾ മക്കൾ വെട്ടിയ ദിവസത്തെ കോളത്തിന് നേരെ സ്റ്റാർ കൊടുക്കുക. അടുത്ത എന്താണ്? ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകുന്നു. കക്കൂസിൽ പോയതിന് ശേഷം കൈ സോപ്പിട്ട് കഴുകുന്നു. ഇവ രണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വൃത്തിക്കും ആവശ്യമായ പ്രവർത്തനങ്ങളാണ്. എല്ലാ ദിവസവും ചെയ്യേണ്ടതായ പ്രവൃത്തികളുമാണ്. നഖം വെട്ടുന്നു എന്നുള്ളതൊഴിച്ച് മറ്റെല്ലാം നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങളാണ്. മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അനുസരിച്ച് ഓരോ ദിവസവും സ്റ്റാർ കൊടുക്കുക. അടുത്ത നോക്കിയേ. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ നിങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളാണ്. ആരാണ് മക്കളേത്? വസ്ത്രങ്ങൾ. വേനൽക്കാലത്ത് ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിന് നമ്മൾ ഏത് വസ്ത്രമാണ് മക്കളെ ഉപയോഗിക്കുക? പരുത്തി വസ്ത്രം ഉപയോഗിക്കുന്നു. തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഏത് വസ്ത്രം ഉപയോഗിക്കുന്നു? കമ്പിളി വസ്ത്രവും ഉപയോഗിക്കുന്നു. ഋതികയുടെ കുഞ്ഞുടുപ്പ് നിർമ്മിക്കാം. നിറം കൊടുക്കാൻ മറക്കരുതേ. ഋതികയുടെ കുഞ്ഞുടുപ്പ് നിർമ്മിച്ചിട്ട് അതിന് ഭംഗിയുള്ള നിറങ്ങൾ മക്കൾ കൊടുക്കുക. അടുത്ത നോക്കിയേ. എൻ്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം. ഒരു വിദ്യാലയത്തിൻ്റെ ചിത്രം നോക്കൂ. അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് സ്കൂളും പരിസരവും എല്ലാം വൃത്തിയാക്കുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ശുചിത്വ വിദ്യാലയം, സുന്ദര വിദ്യാലയം. ഇതുപോലെയാണോ നിങ്ങളുടെ വിദ്യാലയം? നിരീക്ഷിക്കൂ. നിങ്ങളുടെ വിദ്യാലയത്തിൽ ചില അറിയിപ്പ് ബോർഡുകൾ ആവശ്യമല്ലേ? തയ്യാറാക്കൂ. സ്കൂളിലേക്ക് നമുക്ക് എന്തൊക്കെ അറിയിപ്പ് ബോർഡുകളാണ് വെക്കാൻ പറ്റുക? സ്കൂളിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് പല അറിയിപ്പ് ബോർഡുകൾ വെക്കാം. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ക്ലാസ്സിൽ എന്താ വെക്കാൻ പറ്റുക? കടലാസ് തുണ്ടുകളും പെൻസിൽ മുറികളും ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുക എന്ന് നമുക്ക് ക്ലാസ്സിൽ എഴുതി വെക്കാം അല്ലേ. ക്ലാസ്സിൻ്റെ പുറത്ത് നമുക്ക് എന്ത് എഴുതി വെക്കാൻ പറ്റും? ചെരുപ്പുകൾ ക്ലാസ്സിന് പുറത്തിടുക എന്നും എഴുതാം. പൈപ്പിൻ്റെ അവിടെ നമുക്ക് എന്ത് ബോർഡ് വെക്കാൻ പറ്റും? ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന് ബോർഡ് എഴുതി വെക്കാം. ആഹാരം കഴിക്കുന്നിടത്ത് നമുക്ക് എന്തെഴുതാം? ഭക്ഷണം പാഴാക്കരുത് എന്ന് എഴുതാം അല്ലേ. പിന്നോ ആഹാരാവശിഷ്ടങ്ങൾ പൊതുസ്ഥലത്ത് വലിച്ചെറിയരുത്, അങ്ങനെ എഴുതാം. ഭക്ഷണാവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് കുഴികളിൽ നിക്ഷേപിക്കുക എന്നും നമുക്ക് അറിയിപ്പ് ബോർഡുകൾ എഴുതാവുന്നതാണ്. ഇന്ന് നോക്കിയേ. സ്കൂളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് എന്തൊക്കെ അറിയിപ്പ് ബോർഡുകൾ വയ്ക്കാം? സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയരുത്. ചപ്പ് ചവറുകൾ ചവറ്റുകുട്ടയിൽ നിക്ഷേപിക്കുക. പിന്നെ മാലിന്യം കത്തിക്കരുത്, ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്നൊക്കെയുള്ള ബോർഡുകൾ സ്കൂളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്. പിന്നെ ഭക്ഷണപാത്രം കഴുകുന്നിടത്ത് എന്തെഴുതാം നമുക്ക്? ജലം പാഴാക്കരുത്, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് കുഴിയിൽ നിക്ഷേപിക്കണം എന്നൊക്കെയുള്ള ബോർഡുകൾ നമുക്ക് അവിടെ എഴുതി വയ്ക്കാവുന്നതാണ്. സ്കൂളുകളിലേക്ക് വേണ്ടുന്ന അറിയിപ്പ് ബോർഡുകൾ മനസ്സിലായല്ലോ. മക്കൾക്ക് സ്കൂളിലേക്ക് വേണ്ടുന്ന അറിയിപ്പ് ബോർഡുകൾ തയ്യാറാക്കുക. അടുത്ത് നോക്കിയേ. ഋതികയുടെ കുഞ്ഞുടുപ്പ്. വായിക്കാം, എഴുതാം. ഋതിക കുളിച്ച് സുന്ദരിയായി കുഞ്ഞുടുപ്പിട്ട് സ്കൂളിലെത്തി. പലതരം വേഷങ്ങൾ, പലതരം വസ്ത്രങ്ങൾ, പൂക്കൾ തുന്നിച്ചേർത്തവ, നക്ഷത്രങ്ങൾ വരച്ചു ചേർത്തവ. എൻ്റെ ഉടുപ്പിന് ചന്തമില്ല. ഋതികയ്ക്ക് സങ്കടമായി. ഋതിക കുളിച്ച് സുന്ദരിയായി കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് സ്കൂളിലെത്തി. സ്കൂളിൽ ചെന്നപ്പോഴോ കൂട്ടുകാരുടെയൊക്കെ വേഷങ്ങൾ കണ്ടപ്പോൾ ഋതികയ്ക്ക് ഭയങ്കര സങ്കടമായി. എന്താണ്? അവരുടെയൊക്കെ വേഷത്തിൽ പൂക്കൾ തുന്നിച്ചേർത്തിട്ടുണ്ട്, നക്ഷത്രങ്ങൾ വരച്ചു ചേർത്തിട്ടുണ്ട്. ഋതികയുടെ ഉടുപ്പിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. കുഞ്ഞുടുപ്പിൻ്റെ വിഷമം കണ്ട് മഴവില്ല് നിറങ്ങൾ പൊഴിച്ചു. മഴവില്ല് എന്ത് ചെയ്തു? നിറങ്ങൾ പൊഴിച്ച് കുഞ്ഞുടുപ്പിൽ നിറയെ നിറങ്ങൾ പടർന്നു. പൂക്കൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞുടുപ്പിൽ കയറി. പൂമ്പാറ്റകൾ പാറി വന്ന് കുഞ്ഞുടുപ്പിലിരുന്നു. മഞ്ചാടിമരം മുത്തുപൊഴിച്ചു. കുഞ്ഞുടുപ്പ് നിറയെ ചുവന്ന മുത്തുകളും ആയി.
ഹായ്, എൻ്റെ കുഞ്ഞുടുപ്പ് കാണാൻ ഇപ്പോൾ എന്ത് ഭംഗിയാണ്! കഥയിലെ മാലാഖയുടെ ഉടുപ്പ് പോലെ. സന്തോഷം കൊണ്ട് ഋതിക തുള്ളിച്ചാടി. ഉടുപ്പിന് ഭംഗി കൊടുത്ത മഴവില്ലിനും പൂക്കൾക്കും പൂമ്പാറ്റകൾക്കും മഞ്ചാടി മരത്തിനും അവൾ നന്ദി പറഞ്ഞു. സങ്കടം മാറിയ അവൾ സന്തോഷത്തോടെ കൂട്ടുകാരോടൊപ്പം കളിച്ചു രസിച്ചു. പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായി ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്